നമുക്കുള്ള വെള്ളപ്പം വന്നിട്ട് കേട്ടോ. എന്തായാലും സ്വർണ്ണക്കസ കൊടുത്ത സാധനം അത് ഷെൽഫ് കണ്ടപ്പോൾ അതന്നെ. പിന്നെ അതിനുള്ള കറി ചെമ്മീൻ കറി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പോട്ടിനെ കുറിച്ച് ഞാൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം നമ്മളെ ബേപ്പൂർ ഹാർബറില്ലേ, അവിടെ നിന്ന് മീനെടുക്കാൻ വെച്ചിട്ട് പോയത് രാവിലെ ഒരു 8-8 ആ സമയമുണ്ട്. അതാണ് ഒരു തിരക്ക് കുറവ്. ശരിക്കും ഇവിടെ പൊളിച്ചക്കത്തെ പരിപാടിയാണല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ട് നടന്നു. എവിടെ നോക്കിയാലും നമ്മളെ ഓലക്കൊടി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അതിൻ്റെ പേര് അതാണോ ഉള്ള കറക്റ്റ് എനിക്കറിയില്ല. ഓലക്കൊടി എന്നാണ് ഞാൻ കേട്ടത്. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് വന്നപ്പോൾ. പക്ഷെ നമുക്കിപ്പോൾ അത് വാങ്ങാൻ പറ്റില്ലല്ലോ, 20-25 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ നടന്ന് പിന്നെ നമ്മുടെ ഹോട്ടലുകാർക്കൊക്കെ ഉള്ള മീനിൻ്റെ കട്ടിങ് ഒക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. സൂത അങ്ങനത്തെ മീനൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നാലുള്ളൊരു പ്രത്യേകിച്ച് ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാനുള്ളൊരു ഒരുപാട് ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കുറേ ഇങ്ങനെ കറങ്ങി നടക്കാം മീൻ വാങ്ങിയില്ലെങ്കിലും. പിന്നെ ഒരു സൈഡിൽ നമ്മളെ സൂതയോ അല്ലേ, നമ്മളെ ഇതാണോ ശരിക്കും ഈ യെല്ലോ ഫിൻ ട്യൂണ എന്ന് പറയുന്ന സാധനം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. അതിങ്ങനെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ സൈഡിലൊക്കെ അവിടെ നമ്മളെ ഓലക്കൊടി ഓലമീൻ അങ്ങനെ. പിന്നെ വേറെ ചെമ്മീനല്ല നമ്മളെ അയക്കോറ അങ്ങനത്തെ സാധനങ്ങൾ, പപ്പൻസ് ഇതാട്ടോ. പപ്പൻസ് കുറേ പേര് കണ്ടില്ല പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ മാതിരത്തെ ആൾക്കാർക്ക് വന്ന് വാങ്ങാൻ പറ്റുന്ന ചെറിയ രീതിയിൽ 100 റുപ്യ കൊടുത്താൽ ഇങ്ങനെ മീൻ കച്ചവടം അതുകൊണ്ട് തൂക്കി വെക്കുന്നുണ്ട്. ഓരിക്കച്ചവടം ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കാം. എന്തൊക്കെ ചെമ്മീനുണ്ട്, അങ്ങനത്തെ സൂത അങ്ങനത്തെ സാധനങ്ങളും. അവിടെ ഒരാൾ ഇന്ന് ചെമ്മീൻ ഇങ്ങനെ പൊളിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. ഈ ചെമ്മീൻ്റെ പേരെന്താണല്ലോ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ശരിക്കും ടൈഗർ പ്രോൺസ് പറയുന്ന സാധനം. വരാൻ കണ്ടിട്ട് പറഞ്ഞാണേ. പേരും കേരള അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടേക്ക്. പിന്നെന്താണ് അപ്പുറത്തെ കുറച്ച് ബോട്ടൊക്കെ ഇപ്പോഴും മീനൊക്കെ ഇറക്കുന്നുണ്ട്. 8-8:30 സമയമൊക്കെ ആയിട്ടുണ്ട്. ശരിക്കും അപ്പോഴത്തേക്ക് കൊടുത്തപ്പോൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടങ്ങനെ നടന്നിട്ടുണ്ട്. ഈ മീനിൻ്റെ പേരെന്താ? ഇത് നമ്മളെ ചെമ്പാൻ ഐലൻഡ് വലുതാണ്. ഏകദേശം ആ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിന്ന് വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടങ്ങനെ നടന്നു. വീണ്ടും അത് വരുന്ന ഓലക്കൊടി സൈഡിലേക്ക് പോയപ്പോൾ ഇവിടുന്ന് ഇത് ഒരു തൂക്കി നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 20-25 കിലോ ആ റേഞ്ചിലാണൊക്കെ വരുന്നത്. വലിയ വലുതൊന്നും ഇല്ല. ഇത് 3 എണ്ണമൊക്കെ വെക്കുമ്പോൾ 70-75 കിലോ ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് സൈഡിൽ ഒരാൾ കിടക്കുന്നത് കണ്ടത്. നോക്കിയാട്ടെ, പുലി. ഇതൊരു മറ്റേ തൂക്കം വെച്ചൊക്കെ ഒരു 50-60 കിലോ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ഇങ്ങനത്തെ 1-2 ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി വലുത്. ഇതാണ് നമ്മളെ മാർക്കറ്റിൽ ചെറിയ പീസായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു. നല്ല ടേസ്റ്റിൽ ഇറച്ചി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ ചോദിച്ചു കേട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങി നമുക്ക് ഒരു വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോളേ എല്ലാവരും ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് അടിച്ചേക്കും. ഒരു 100 ലൈക്ക് കിട്ടുമോ നോക്കട്ടെ. ലൈക്കോ ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിച്ചാലും മതിയിട്ട് ഒരു റെസ്പോൺസ് കിട്ടിയാൽ അടിപൊളി. പിന്നെ ഇപ്പുറത്തെ എത്തിയപ്പോൾ നമ്മളെ ട്യൂണായി ലോഫിൻ ട്യൂണയാണെന്ന് തോന്നുന്നു. എന്താ അറിയില്ല. അത് ഇവിടെ എത്തുമ്പോൾ 12 കിലോ 13 കിലോ 20 കിലോ ഉള്ള ഇങ്ങനെ തൂക്കുന്നത് കണ്ടിട്ട്. ഇപ്പോൾ എടുത്ത് 12 കിലോ 13 കിലോ മറ്റാണുള്ളത്. അപ്പോൾ അതിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റി അട്ടി വിറകട്ടി കിടന്നിട്ട് ഇങ്ങനെ അട്ടിക്കുന്നത് അതൊക്കെ കണ്ട് നിന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ. നമ്മളെ ഹോട്ടലിലെ കാര്യം എന്താ വെച്ചാൽ നമ്മളെ തമ്പി റോഡ് എന്ന് പറയും. ബേപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് ടൗണിലേക്ക് വരും, കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ തമ്പി റോഡ് പറഞ്ഞ ചെറിയ റോഡുണ്ട്. നമ്മളെ ഗോതീശ്വരം ബീച്ച് ഏകദേശം 1 കിലോമീറ്റർ പോലെ ഗോതീശ്വരം ബീച്ച് എത്തി. ആ റോഡിന് അങ്ങോട്ട് കയറിയാൽ ഹോട്ടൽ കുട്ടൻസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. ലൊക്കേഷൻ വലിയ പ്രശ്നമില്ല. ഗൂഗിൾ മാപ്പിൽ ഹോട്ടൽ കുട്ടൻസ് ആയിട്ട് നല്ല ഫേമസ് ആണ്. ഗൂഗിൾ മാപ്പിൽ അതുണ്ട്. നേരെ ഇവിടെ എത്തും കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ബേപ്പൂരൊക്കെ വന്നാൽ രാവിലെ ആണെങ്കിൽ ഈ ഇവിടേക്ക് വന്നിട്ട് നല്ല ഫുഡ് അടിച്ച് പോകുന്നത്, പൊറോട്ട അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ തന്നെ ഉണ്ട് ചൂട് വെള്ളപ്പം ഇങ്ങനെ കൊണ്ടിടുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വെള്ളപ്പവും പറഞ്ഞ് പിന്നെ കറിയായിട്ട് ഞാൻ കടുക്ക കഴിക്കാമെന്ന് വെച്ചാൽ. കടുക്കൊക്കെ കിട്ടുന്ന സ്ഥലം കേട്ടോ. കടുക്ക നമ്മളെ കല്ലുമ്മക്കായി. പക്ഷെ ഇന്നത് ഇല്ല, ഒന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് ചെമ്മീൻ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനത്തെ മീൻ ഐറ്റംസ് ബീഫ് ചിക്കനും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ബീഫൊന്നും ഇവിടുന്ന് കഴിക്കണം. ഇവിടെ മീൻ ഐറ്റംസ് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മളെ പ്ലേറ്റ് ചെമ്മീനും വന്നിട്ടുണ്ട് കേട്ടോ. കഴിച്ചു നോക്കിയാലോ. വലിയ കൊഞ്ചനൊന്നുമല്ല കേട്ടോ. നമ്മളൊരു മീഡിയം സൈസുള്ള ചെമ്മീൻ. അത് കുറച്ച് എടുത്തുകൊണ്ട് ആ ഗ്രേവി ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ച് വെക്കുക. വെള്ളപ്പം നല്ല ചൂടുള്ളതായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ വീഡിയോ എടുത്ത് കുറച്ച് നേരം തണുത്ത് പോയി. അതിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ആ ഗ്രേവി ആ ഒരു ചെമ്മീൻ കൂടി കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചു വെക്കുക. അങ്ങനെ വലിയ എരിവൊന്നുമില്ല ഗ്രേവി അല്ല കേട്ടോ. ലൈറ്റായിട്ടുള്ള ഉള്ളീൻ്റെ ഫ്ലേവറിൽ നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രേവി കേട്ടോ. എന്താ സംഭവം സെറ്റ് സാധനം. ഞാൻ ചെമ്മീൻ ഇവിടുന്ന് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ മുന്നേ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ ഇവിടെ സൂത എന്നാണ് പറയുക, അതിൻ്റെ കറിയായിരുന്നു കേട്ടോ കഴിച്ചത്. അത് മീൻ കറി. പിന്നെ കടുക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കഴിക്കാറുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴൊന്ന് ചെയ്ത് നോക്കി. അടിപൊളിയാവില്ലേ? ഒരു ലൈക്കോ ഡിസ്ലൈക്കോ എന്തെങ്കിലും അടിച്ച് പിടി. ആ ഗ്രേവിയാണ് സെറ്റ് കേട്ടോ. ഇത് 100 രൂപയാണ് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് വന്നത് കേട്ടോ. 100 രൂപ ഒരു 5-10 ചെമ്മീൻ ഉണ്ടല്ലോ. പിന്നെ 10 രൂപ ആ വെള്ളപ്പം. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, ഹോട്ടൽ കുട്ടൻസ്. ഗൂഗിൾ മാപ്പിൽ നേരെ സെർച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നോടെ. അതിൻ്റെ ഇടയ്ക്ക് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പം പിന്നെ വീഡിയോ അല്ലാണ്ട് അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത്
ഇട്ടേക്ക് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 10-15 മീറ്റർ പോയാൽ കോതീശ്വരം ബീച്ചിലേക്ക് എത്തി. അപ്പോൾ ബീച്ചൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ.